നിങ്ങൾ വീടിന്റെ 3D എലിവേഷനോ വരയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല അറിവുള്ള ആൾക്കാരെ കൊണ്ട് വരപ്പിക്കുക. അല്ലെങ്കിൽ എലിവേഷനിലുള്ള പോലെ നമുക്ക് വീട് പണിയാൻ പറ്റണമെന്നില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ഹർഷം. നമ്മുടെ വീട് പണിയിൽ ടോപ്പ് കോൺക്രീറ്റ് വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ടോപ്പ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് തട്ടടിച്ച സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നമ്മളൊരു കൂര ടൈപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂരയ്ക്ക് വേണ്ടിയിട്ട് തട്ടടിച്ചപ്പോഴത്തേക്ക് എലിവേഷനിലുള്ള പോലെ കൂര കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കൂരയുടെ സ്ലോപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിലായിട്ടായിരിക്കും ആ ഒരു കൂര വന്ന് എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാൽക്കണി ഏരിയ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഹൈറ്റിൽ ഒരു ഭിത്തി പോലെ കാണേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കൂര ചരിച്ചടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മഴവെള്ളം എല്ലാം സിറ്റൗട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നീടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കറക്റ്റ് സ്ലോപ്പിൽ കൂര കൊണ്ടുവന്നിട്ട് ടോപ്പ് കോൺക്രീറ്റിന്റെ ആ ഒരു ഭാഗം എത്തിയതിനു ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൂര വാർക്കേണ്ടി വരും. ഫ്രണ്ട് എലിവേഷൻ വരച്ച സമയത്ത് കറക്റ്റ് മെഷർമെന്റ് നോക്കാതെ കൂരയുടെ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായത്. പിന്നീട് നമ്മൾ ലാസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ വീടിന്റെ എലിവേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് പോസിബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം പ്ലാൻ ചെയ്യുക. നമ്മുടെ വീട് പണി കഴിയുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമ്മൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഹർഷത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ടെയിൽസ് ഓഫ് ഹർഷം.